13കാരുടെ പീഡന പരാതിയിൽ കൂടൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കളും രംഗത്ത്. കുട്ടികളോട് പോലീസ് മോശമായി പെരുമാറുന്ന മാതാപിതാക്കൾ 24നോട് പറഞ്ഞു. മർദ്ദനത്തിനിരയായ 20കാരൻ പോലീസിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. പെൺകുട്ടിയുടെ പരാതിയിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പോക്സോ കേസ് ആയതിനാൽ വിശദമായി അന്വേഷണം നടത്തി മാത്രം കേസ് അവസാനിപ്പിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ്. പരാതിയുണ്ടാകാനിടയായ സാഹചര്യം പരിശോധിച്ച് കേസുമായി ബന്ധപ്പെട്ട ദുരൂഹത പൂർണ്ണമായി പുറത്തുകൊണ്ടുവരും. പരാതിക്കാരിയായ 13 വയസ്സുകാരിയെ കൌൺസിലിംഗിന് വിധേയയാക്കും. ഇതിനുശേഷം ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ജില്ലാ പോലീസ് മേധാവി. നിലവിൽ CWCയുടെ സംരക്ഷണയിൽ കഴിയുകയാണ് കുട്ടി. 2 FIRകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടൽ പോലീസ് തുടങ്ങിയെങ്കിലും തിടുക്കത്തിൽ വേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത 20കാരനെ കൂടൽ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവും ഇതിനൊപ്പം അന്വേഷിക്കും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. മർദ്ദനമേറ്റ യുവാവ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കാലിൻ്റെ വെള്ളയിൽ വടി കൊണ്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് കാലിൻ്റെ അതായത് മണ്ടവശത്ത് മുകളിൽ ബൂട്ടിട്ട് ചവിട്ടുമായിരുന്നു. അവർ നല്ലപോലെ ചവിട്ടി, എന്നിട്ട് ചെവിയിൽ പിടിച്ച് നല്ലപോലെ വലിച്ചു. ആഭ്യന്തരമന്ത്രി അതുമായിട്ടുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്ക് ഇതായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചവരാണ്. കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കളും കൂടൽ പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ഉപദ്രവിക്കുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല. മഴ മൊത്തവും ഞങ്ങൾ നനഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ ആ കാറിന്റെ അടുത്ത് വന്നിരുന്നപ്പം നിങ്ങൾ പോകുന്ന ഞങ്ങളതിൽ പട്ടികളെ ആട്ടിപ്പായിക്കുന്ന പോലെ കൂടൽ പോലീസുകാരെ ആട്ടിപ്പായിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണാനെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറ്റാൻ പറഞ്ഞിട്ട് അവന്മാർ കയറ്റിയില്ല. അത്ര ദ്രോഹമാണ് ഞങ്ങളോട് ചെയ്ത്, തെറ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഇവര് ആ കേസ് കൊടുത്ത സമയത്ത് ഇവർ കൊണ്ടുവന്ന ആ പെണ്ണിനെ ഒന്ന് പരിശോധിക്കണ്ടേ സാറേ? ഇതൊക്കെയില്ലയോ നിയമം? കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.